ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് നമ്മൾ കാത്തിട്ട് നമ്മുടെ ഉണ്ണിയുടെ പേര് വിളിയാണെന്ന്. അപ്പോൾ നമ്മൾ 90ൻ്റെ എന്നാണ് നമ്മൾ പേര് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10:30-ക്കാണ് നമുക്ക് മുഹൂർത്തം വരുന്നത്. അപ്പോൾ ഏകദേശം 10:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നു, ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഉണ്ണീനൊക്കെ ഒരുക്കി നമ്മൾ താഴത്തോട്ട് വന്നു. അപ്പോൾ പേര് വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയായി, സമയം കാര്യങ്ങളൊക്കെ. അങ്ങനെ പേര് വിളിയുടെ മെയിൻ ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ പേര് ഉണ്ണിയുടെ ചുവട്ടിൽ വിളിക്കുന്നതാണ്. അങ്ങനെ പേര് അവൻ്റെ ചുവട്ടിൽ വിളിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാനും ചിന്നും കൂടിയിട്ട് അവന് ഒരു പേര്, നല്ലൊരു പേര് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേര് ഞാൻ അവൻ്റെ ചുവട്ടിൽ വിളിച്ചു. തൃഷാൻ എന്നാണ് നമ്മൾ ഉണ്ണിക്ക് പേരിട്ടത്. അപ്പോൾ എല്ലാവർക്കും പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം, തൃഷാൻ എന്നാണ് ഉണ്ണിയുടെ പേര്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചൊരു പേര് അതാണ്. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം ഞാൻ അവൻ്റെ ചുവട്ടിൽ ഞാൻ പേര് വിളിച്ചു. അങ്ങനെ നമ്മൾ തൃഷാൻ എന്ന് പേരിട്ടപ്പോൾ തൃഷാൻ എന്നുള്ള പേരിൻ്റെ മീനിങ് മലയാളത്തിൽ വരുന്നത് കൃഷ്ണൻ എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പേരായതുകൊണ്ടാണ് നമ്മൾ തൃഷാൻ എന്ന് പേരിട്ടത്. അപ്പോൾ കൃഷ്ണൻ്റെ ആ ഒരു പര്യായത്തിൽ വരുന്നൊരു പേരായതുകൊണ്ട് വീട്ടിൽ നമ്മൾ കണ്ണൻ എന്നാണ് ഉണ്ണിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പേര് വിളിച്ചതിന് ശേഷം ഗോൾഡ് ഇടുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ണിക്ക് ഗോൾഡ് ഇട്ട് കൊടുത്തു. പിന്നെ ചിന്നൻ്റെ വീട്ടിൽ നിന്നും വന്നവരെല്ലാവരും ഉണ്ണിക്ക് ഓരോരുത്തരായിട്ട് ഗോൾഡ് ഇട്ട് കൊടുത്തു.
അങ്ങനെ ചടങ്ങുകളുടെ സമയത്ത് അവൻ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ചൂട് കാരണം കൊണ്ട് ഇത്തിരി വാശിയും പിടിച്ചു. അന്നേരം കുഴപ്പമില്ല, ഞാനും ചിന്നും കൂടി അവനെ കളിപ്പാട്ടൊക്കെ എടുത്ത് കളിപ്പിച്ച് അവനെ വീണ്ടും നമ്മൾ ഹാപ്പിയാക്കി കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഉണ്ണീനെ ഒക്കെ ആയതിനു ശേഷം നമ്മൾ ഫോട്ടോ സെക്ഷൻ ആരംഭിച്ചു. പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു. കുറേ നേരത്തേക്ക് അവൻ വാശി പിടിക്കാണ്ടിരുന്നു. വാശി പിടിച്ചപ്പോഴേക്കും അവനൊന്ന് സമാധാനിപ്പിച്ച് കളിപ്പിച്ച് അവനെ ഹാപ്പിയാക്കി ഇരുത്തി. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷന് ശേഷം അമ്മയും അച്ഛനും ഉണ്ണിയും എല്ലാവരും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ സെക്ഷനായിരുന്നു. അതിന് ശേഷം പിന്നെ വന്നവരൊക്കെ ആയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയുടെ സമയമൊക്കെ ആയപ്പോഴേക്കും അവനാകെ വാശി പിടിച്ചു തുടങ്ങി. പക്ഷെ എന്നാലും കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് അവനെ ഹാപ്പിയാക്കി. ചിഞ്ചു അവിടെ നിന്നിട്ട് ഉണ്ണീനെ കളിപ്പിക്കാനായിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, ഫോട്ടോയിലേക്ക് നോക്കാനായിട്ട്. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ശേഷം നമ്മൾ ഉണ്ണിയുടെ സിംഗിൾ ഫോട്ടോസ് കുറച്ചെടുക്കാനായിട്ട് നമ്മൾ ഉണ്ണിയുടെ ബെഡും കാര്യങ്ങളൊക്കെ താഴെ കൊണ്ടുവന്ന് വിരിച്ച് നമ്മൾ ഉണ്ണിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ആക്ച്വലി ഉണ്ണി വാശി പിടിക്കണ്ടായിരുന്നു, അവന് ഉറക്കം വന്നിട്ടാണ്. എന്നാലും നമ്മളതിൻ്റെ ഇടയിൽ ഉണ്ണീനെ ചിരിപ്പിക്കാൻ വേണ്ടി ഒന്ന് കളിപ്പിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പിന്നെ വന്നവർ ഉണ്ണീനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ണീനെ ചിന്നു കൊണ്ടുപോയി ഉറക്കി.
അങ്ങനെ നമ്മളെല്ലാ ചടങ്ങുകൾക്കും ശേഷം നമ്മുടെ സദ്യ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ തൃക്കൂരുള്ള വിനായക കാറ്ററിംഗാണ് നമ്മൾ സദ്യ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിലത്തെ മിക്ക ഫംഗ്ഷനും നമ്മൾ അവർ തന്നെയാണ് നമ്മൾ സദ്യ ഏൽപ്പിക്കുക. നല്ല ഭക്ഷണമാണ് അവരുടെ. 2 തരം പായസം ഉണ്ടായിരുന്നു, പരിപ്പും ഉണ്ടായിരുന്നു, പാലട ഉണ്ടായിരുന്നു. അങ്ങനെ വന്നവരെല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞാനും ചിന്ന അവസാന പന്തിയിലാണ് ഇരുന്നത്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാലട ചിന്നിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നമ്മുടെ കാറ്ററിംഗ് വരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തൃക്കൂർ വിനായക കാറ്ററിംഗ്, അവിടുത്തെ നന്ദൻ ചേട്ടൻ നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ വന്നവരേക്കും പതുക്കെ യാത്ര അയക്കാൻ തുടങ്ങി. എല്ലാവരും പോകുന്ന സമയത്ത് ഉണ്ണി നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും കൂടാണ്ട് നമ്മുടെ പരിപാടികളെല്ലാം നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. വീഡിയോ അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ കവർ ചെയ്യാൻ സാധിച്ചില്ല. എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഉണ്ണിയുടെ പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.